Hi viewers, welcome to your daily dose of cinema. This is your song from screen to soul. എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സ്ക്രീനിൽ സംഭവിക്കുന്നത് റിയൽ ന്യൂസ്, റിയൽ റിയാക്ഷൻസ്. വാച്ച്, റിപ്പീറ്റ്, റിയാക്ട്. ഐ ആം ഗെയിം ദ DQ. ദുൽഖർ സൽമാൻ പറഞ്ഞത്, എൻ്റെ കരിയറിലെ ഏറ്റവും സ്റ്റൈലിഷായ ചിത്രമാണ് ഐ ആം ഗെയിം. എൻ്റെ ക്യാരക്ടറും അതിൻ്റെ കഥാപശ്ചാത്തലവും ഏറെ മോഡേണും സ്റ്റൈലിഷുമായാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നെ സ്റ്റൈലിഷായി കാണാൻ സംവിധായകൻ നഹാസ് ഹിദായത്ത് കൂടെ ആഗ്രഹിച്ചതിൻ്റെ ഫലമായാണ് ചിത്രമെന്നും DQ. കുറച്ച് നാളായി തൻ്റേതായി പുറത്തു വരുന്ന ചിത്രങ്ങളിലെല്ലാം വിൻറ്റേജ് വേഷത്തിലാണ് താൻ എത്തിയതെന്നും എന്നാൽ അതിൽ നിന്നെല്ലാം വളരെയധികം ഡിഫറൻറ്റും ചേഞ്ചസും ഈ ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. തെന്നിന്ത്യയിലെ 100-ൽ കൂടുതൽ ലൊക്കേഷനുകളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഐ ആം ഗെയിം മലയാള സിനിമയിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്നായി വമ്പൻ ബഡ്ജറ്റിലൊരുക്കുന്ന ചിത്രം. DQവിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായ ഐ ആം ഗെയിം മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ലോകയ്ക്ക് ശേഷം ദുൽഖറിൻ്റെ ഉടമസ്ഥയിലുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന അടുത്ത ചിത്രം കൂടിയാണ്. DQവിൻ്റെ 40ാമത്തെ ചിത്രമായ ഐ ആം ഗെയിമിൽ ഡാൻ ജോൺ എന്ന കഥാപാത്രമായി സ്റ്റൈലിഷ് മാസ് ലുക്കിലാണ് DQവിനെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. DQവിൻ്റെ കരിയറിലെ ഏറ്റവും സ്റ്റൈലിഷായ ചിത്രം മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായി തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായി വേൾഡ് വൈഡായി ഓഗസ്റ്റ് 20-ന് ഓണം റിലീസായി സ്ക്രീനുകളിലേക്ക്. 2023-ലെ ഓണം റിലീസായ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം 3 വർഷങ്ങൾക്കിപ്പുറം മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന DQവിൻ്റെ ഐ ആം ഗെയിം ഇൻ്റർനാഷണൽ ഗാങ്സ്റ്റർ പോരാട്ടത്തിൽ അകപ്പെടുന്ന ഒരു ഹൈ സ്റ്റേക്സ് ഗാംബ്ലറുടെ കഥ പറയുന്ന ചിത്രം. ആക്ഷൻ, ഫാൻറ്റസി, അഡ്വഞ്ചർ, ത്രില്ലർ ജോണറുകളിൽ ഒരുങ്ങുന്നു. ഒന്നിലധികം ജോണറുകൾ ഐ ആം ഗെയിമിൽ പരീക്ഷിച്ചുവെന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ നഹാസ് ഹിദായത്ത് അടുത്തിടെ പറഞ്ഞിരുന്നു. 2023-ലെ ഓണക്കാലത്ത് റിലീസായി വമ്പൻ ഹിറ്റടിക്കുകയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 3ാമത്തെ ചിത്രമായി മാറുകയും ചെയ്ത ആക്ഷൻ ത്രില്ലറായ മെഗാ ഹിറ്റ് ചിത്രം RDXൻ്റെ ഡയറക്ടറാണ് നഹാസ് ഹിദായത്ത്. തൻ്റെ 2ാമത്തെ ചിത്രവുമായി എത്തുകയാണ് ഈ ഓണത്തിന്. മറ്റൊരു ആക്ഷൻ, ഫാൻറ്റസി, അഡ്വഞ്ചർ ത്രില്ലറുമായി മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റടിക്കാൻ. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ നേരത്തെ പുറത്തു വന്ന് വലിയ രീതിയിലുള്ള പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. നേരത്തെ DQവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ജൂലൈ 28-ന് വൈകുന്നേരം 6 മണിക്ക് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറക്കുമെന്ന് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം മാറ്റി വെക്കേണ്ടി വന്നു. ഈ അവസരത്തിൽ DQ തൻ്റെ സഹനിർമ്മാതാവായ ജോൺ വർഗീസിനോട് ഒരു രസത്തിന് ചോദിച്ചു, പിറന്നാൾ ആശംസകൾക്ക് വളരെ നന്ദി, പക്ഷേ ട്രെയിലർ എവിടെ ജോൺ? താരത്തിൻ്റെ ഈ ചോദ്യം നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി. ടെക്നിക്കൽ ഗ്ലിച്ച്, സാങ്കേതിക തകരാർ കാരണം ട്രെയിലർ വൈകുന്നതെന്നും ഉടനെ തന്നെ അത് പരിഹരിച്ച് പുറത്തുവിടാൻ ശ്രമിക്കുകയാണെന്നും നിർമ്മാതാക്കളായ വേഫറർ ഫിലിംസ് അറിയിച്ചു. പിന്നീട് സാങ്കേതിക തകരാറുകൾ മാറ്റി ഹൈ ക്വാളിറ്റിയിൽ മികച്ച ദൃശ്യ ശ്രവ്യ നിലവാരത്തിലെത്തിയ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ കൂറ്റൻ ഹിറ്റ്. റിലീസ് ചെയ്ത് 24 മണിക്കൂറിനകം 5 മില്യൺ വ്യൂവേഴ്സിനെയാണ് യൂട്യൂബിൽ നിന്നും നേടാനായത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ എത്തിയ ട്രെയിലർ അവിടെയും മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. ആക്ഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ചിത്രത്തിലെന്ന് ട്രെയിലറുകൾ സൂചിപ്പിക്കുന്നു. 3 മിനിറ്റോളം ഡ്യൂറേഷനിലെത്തിയ ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ ഗാംബ്ലിങ്ങുമായി ബന്ധപ്പെട്ടാണ് കഥ പറയുന്നത്. ചേസ് സീക്വൻസുകളും ഫൈറ്റ് സീക്വൻസുകളും അടക്കം വമ്പൻ ബജറ്റിലാണ് ചിത്രം ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് സൂചനയും ട്രെയിലർ നൽകുന്നുണ്ട്. അതീവ സ്റ്റൈലിഷ് ലുക്കിലാണ് DQ ഈ ചിത്രത്തിലെന്ന് ട്രെയിലർ പറയുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രകടനം കൂടി കാണാം. ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും സ്റ്റൈലിഷ് മേക്കിംഗ് കൊണ്ടും ട്രെയിലർ കട്ടുകൾ സമ്പന്നമാണ്. ഗ്രാൻഡ് മേക്കിങ്ങും റിച്ച് വിഷ്വൽസുമായി ഹോളിവുഡ് തീമിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി മാറാൻ വളരെ സാധ്യതയുണ്ട്. വമ്പൻ ഫൈറ്റ് സീക്വൻസുകളുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ചിത്രമായി തന്നെയാണ് ഐ ആം ഗെയിം ഒരുക്കിയിരിക്കുന്നത്. ഗാംബ്ലിങ്ങുമായി ബന്ധപ്പെടുത്തി ഒരുക്കിയിരിക്കുന്ന സിനിമയുടെ സെറ്റിംഗ് തന്നെ ഹോളിവുഡ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ്. ലിയോനാർഡോ ഡികാപ്രിയോയുടെ വോൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റ് എന്ന ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ്
ചിത്രത്തിലെ സീക്വൻസുകളെന്നും റൂമേഴ്സുകളുണ്ട്. ട്രെയിലറിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഹൈലി എനർജറ്റിക്കായ DQവിനെയാണ് കാണുന്നത്. മികച്ച പ്രതികരണം കിട്ടുന്ന ട്രെയിലറിൽ ഐ ആം ഗെയിമിൻ്റെ പ്രധാന പ്ലോട്ട് റിവീൽ ചെയ്തിട്ടില്ലെന്നും ഗാംബ്ലിങ്ങും ബെറ്റിങ്ങും ചിത്രത്തിലെ സബ് പ്ലോട്ടാണെന്നും പ്രധാന പ്ലോട്ട് കുറച്ച് ഫാൻറ്റസിയാണെന്നും ശക്തമായ റൂമറുകളുണ്ട്. DQ അവതരിപ്പിക്കുന്ന ഡാൻ ജോണിന് അപകടത്തിൽപ്പെട്ട് കൈ നഷ്ടമാകുന്നിടത്ത് കഥ മറ്റൊരു രീതിയിലേക്ക് പോകുന്നു എന്നും റൂമേഴ്സുണ്ട്. ഐ ആം ഗെയിമിൻ്റെ ടൈറ്റിൽ പോസ്റ്ററിലും DQവിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും കൈയിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്ന ഫാക്റ്റ് മുകളിൽ പറഞ്ഞ റൂമേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഒന്നിലധികം ജോണറുകൾ ഐ ആം ഗെയിമിൽ പരീക്ഷിച്ചുവെന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ നഹാസ് ഹിദായത്ത് അടുത്തിടെ പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ട്രെയിലറിൽ കണ്ടതല്ല വരാൻ പോകുന്നത് ഒരു പടുകൂറ്റൻ ഐറ്റം ആണെന്ന് നിസ്സംശയം പറയാം. ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസായതിനു പിന്നാലെ DQവിനും ചിത്രത്തിനും ആശംസകളുമായി ധാരാളം ചലച്ചിത്ര പ്രവർത്തകർ എത്തിയിരുന്നു. പൃഥ്വിരാജ് തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഐ ആം ഗെയിമിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്യുകയും ഒപ്പം ഗംഭീരം ദുൽഖറിനും നഹാസിനും ഐ ആം ഗെയിമിൻ്റെ ടീമിനും ആശംസകൾ എന്നെഴുതുകയും ചെയ്തു. അപ്പോൾ DQ മറുപടിയായി പറഞ്ഞത് നന്ദി പൃഥ്വി, ഒപ്പം ഖലീഫയ്ക്കും കാത്തിരിക്കുന്നു എന്ന്. എന്നാൽ നിവിൻ പോളി ഐ ആം ഗെയിമിനെ ആശംസിച്ചത് കില്ലർ ട്രെയിലർ. ദുൽഖർ സൽമാനും നഹാസ് ഹിദായത്തിനും ഐ ആം ഗെയിം ടീമിനും ആശംസകൾ, ഓണത്തിന് ഒന്നിച്ചിറങ്ങാം. ഇതിന് മറുപടിയായി DQ തിരിച്ച് കുറിപ്പെഴുതിയത് പിന്നല്ല നന്ദി മച്ചാനെ, ഒരുപാട് സ്നേഹം എന്നായിരുന്നു. ഇവർക്ക് പുറമെ തെലുങ്ക് താരം ജൂനിയർ NTR, മലയാള നടന്മാരായ ജയസൂര്യ, അജു വർഗീസ്, സൈജു കുറുപ്പ്, നസ്ലിൻ, ക്യാമറാമാൻ നിമിഷ് രവി, ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ, ലോകയുടെ സംവിധായകൻ ഡൊമിനിക് അരുൺ, നടിമാരായ മൃണാൾ ഠാക്കൂർ, പൂജ ഹെഗ്ഡെ, മമിത ബൈജു തുടങ്ങി ധാരാളം പേർ ആശംസകളുമായി എത്തി. ജയിലർ സിനിമയിലൂടെ പ്രശസ്തനായ നടൻ ഹർഷത് ചിത്രത്തിൽ നല്ലൊരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, ഐ ആം ഗെയിം വൻ പരിപാടിയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. സിനിമ റിലീസായി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലടക്കം വലിയ സംസാരമാകുമെന്ന് ഉറപ്പാണ്. ആക്ഷന് വളരെയധികം പ്രാധാന്യമുള്ള ചിത്രത്തിന് സാഹസികമായ സ്റ്റണ്ട് രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് KGF, വിക്രം തുടങ്ങി വമ്പൻ ചിത്രങ്ങൾക്ക് ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയ അൻപർവ് മാസ്റ്റേഴ്സാണ്. ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സജീർ ബാബ, ഇസ്മായിൽ അബൂബക്കർ, ബിലാൽ മൊയ്തു എന്നിവർ ചേർന്നാണ്. എന്നാൽ ചിത്രത്തിൻ്റെ ഡയലോഗുകൾ ഒരുക്കിയിരിക്കുന്നത് ആദർശ് സുകുമാരനും ഷഹബാസ് റഷീദും സജീർ ബാബയും കൂടി ചേർന്നാണ്. മ്യൂസിക് ജേക്സ് ബിജോയ്, DOP ജിംഷി ഖാലിദ്, എഡിറ്റിംഗ് ചമൻ ചാക്കോ. അങ്ങനെ ടെക്നിക്കൽ വശങ്ങളിൽ അണിനിരക്കുന്നത് വമ്പൻ ടീമാണ്. ആൻ്റണി വർഗീസ്, തമിഴ് നടനും സംവിധായകനുമായ മിഷ്കിൻ, കദിർ, പാർത്ഥ് തിവാരി, കയാദു ലോഹർ തുടങ്ങി വമ്പൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്. ദുൽഖറിൻ്റേതായി ഈ വർഷം റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങൾ പവൻ സത്നേനി ഒരുക്കുന്ന തെലുങ്ക് ചിത്രമായ ആകാശം ലോ ഒക്കത്താര, മറ്റൊരു തെലുങ്ക് ചിത്രമായ ശ്രീ ശ്രീ എന്നിവയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി മുൻനിര സിനിമകളുടെ ഭാഗമാവുകയും ഒപ്പം ഇൻഡസ്ട്രി ഹിറ്റുകൾ സമ്മാനിക്കുകയും അതിനൊപ്പം തൻ്റെ ഉടമസ്ഥയിലുള്ള വേഫറർ ഫിലിംസ് പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ ലോക പോലുള്ള മെഗാ ബ്ലോക്ക് ഹിറ്റുകൾ സമ്മാനിക്കുകയും ഒരു പാൻ ഇന്ത്യൻ താരമെന്ന നിലയിൽ വളരുകയും ചെയ്ത DQ 3 വർഷത്തിനു ശേഷം തൻ്റെ സ്വന്തം തട്ടകമായ മോളിവുഡിലേക്ക് ഡിഫറൻറ്റ് ജോണറിൽ കഥ പറയുന്ന ഐ ആം ഗെയിം എന്ന കൂറ്റൻ ചിത്രവുമായി എത്തുന്നു. 2026 ഓണദിനങ്ങൾ തൻ്റേതാക്കാൻ. വ്യൂവേഴ്സ്, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കുമോ? താങ്ക്സ് ഫോർ വാച്ചിങ്.